വല്ലാർപാടം ബസിലിക്കയിൽ തിരുനാളിന് തുടക്കമായി. വരാപ്പുഴ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റത്തിനും ദിവ്യബലിക്കും നേതൃത്വം നൽകി. തിരുനാൾ സമാപന ദിവസമായ 24-ന് ദിവ്യബലിക്ക് മുൻപായി ചേതമംഗലം കുടുംബാംഗങ്ങൾക്ക് സ്വീകരണം നൽകും. തിരുവനന്തപുരം വെങ്ങോട് സ്നേഹവീട് ചാരിറ്റബിൾ സൊസൈറ്റി ഭക്ഷ്യക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയത് നിർധനരായ 100 പേർക്ക്. വിതരണോദ്ഘാടനം ചിറയൻകീഴ് MLA വി ശശി നിർവഹിച്ചു. മുൻ മന്ത്രി TM ജേക്കബിന്റെ 74-ാം ജന്മദിനം ആഘോഷിച്ചു. ആഘോഷങ്ങൾ കോട്ടയത്തെ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല തുറവൂരിൽ അണലിയെ പിടികൂടി. ദിവസങ്ങളായി വലയിലകപ്പെട്ട അണലിയെ പിടികൂടിയത് വാവാ സുരേഷിന്റെ നേതൃത്വത്തിൽ. കണ്ണൂർ ചെമ്പേരിയിൽ 41-കാരൻ വീട്ടിനകത്ത് മരിച്ച നിലയിൽ. മരിച്ചത് കൈനാട്ടുകുന്നയിൽ രാജേഷ്. കണ്ടെത്തിയത് വീട്ടിനകത്തെ കസേരയിൽ മരിച്ച നിലയിൽ. കുടിയൻമല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ചു. കാറിലുണ്ടായിരുന്നത് ഒരു കുടുംബത്തിലെ 5 പേർ. ആളപായമില്ല. അപകട കാരണം കാറിന്റെ അമിതവേഗം. വയനാട് ദുരന്തത്തിൽ സഹായവുമായി കേരള അസോസിയേഷൻ ബീഹാർ. സംഭാവനയായി നൽകിയത് 46 കുടുംബങ്ങൾക്ക് 13 ലക്ഷം രൂപ. സഹായം നൽകിയത് സംഘടനയിലെ 140 അംഗങ്ങൾ. ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രമായി പുറത്തിറങ്ങിയ ചിത്രം അജയന്റെ 2ാം മോഷണത്തിന്റെ വ്യാജപതിപ്പ് പുറത്ത്. വ്യാജപതിപ്പ് ഒരാൾ മൊബൈൽ ഫോണിൽ കാണുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട സംവിധായകൻ ജിതിൻലാൽ. സംഭവം ഹൃദയഭേദകമെന്നും സംവിധായകൻ. ഇംഗ്ലീഷ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വിചാരണ ആരംഭിച്ചു. ധനകാര്യ നിയമങ്ങൾ ലംഘിച്ചു എന്ന ആരോപണത്തിലാണ് വിചാരണ. നടപടി 2009 മുതൽ 2018 വരെയുള്ള ക്ലബിന്റെ വരുമാന വിവരങ്ങൾ പ്രീമിയർ ലീഗ് അധികൃതർക്ക് ലഭ്യമാക്കാത്തതിനെ തുടർന്ന്. കേസിൽ വിധി പ്രസ്താവം 2025.